ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള 30 ഡേയ്സ് 30 റെസിപ്പി സീരീസിലെ 19ാമത്തെ വീഡിയോ ആണിത്. നമ്മളിത് ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് പിറ്റാ ബ്രെഡിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. സോ ഇതിനായിട്ട് നമുക്ക് ആദ്യം പുറത്തുള്ള ബ്രെഡ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 4 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, അതിലൂടെ 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് മാവിലോട്ടാണ് ചേർത്തത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രൂഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ക്രംപിൾ ചെയ്യുന്ന പോലെ ചെയ്ത് മീൻസ് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഓയിലിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾക്കിത് പാലും പിന്നെ കുറച്ച് വെള്ളവും മിക്സ് ചെയ്ത മിക്സ്ചറിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 1/4 കപ്പോളം നല്ല ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്ത എണ്ണ നല്ല ലൂക്ക് വാമായിട്ടുള്ള നമുക്കത് കുഴക്കാൻ ആവശ്യമുള്ള ചെറിയ ചൂടുള്ള പാലും വെള്ളവും മിക്സ് ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അത് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാ പൊടിയൊന്നും നന്നതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലോ മറ്റോ മാറ്റിയിട്ട് വീണ്ടും ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നല്ലൊരു ക്ലിംഗ് ഫിലിമോ മറ്റോ വെച്ച് കവർ ചെയ്ത് ഒരു 1-2 മണിക്കൂർ അല്ലെങ്കിൽ ഇത് സൈസ് ഡബിൾ ആവുന്നവരെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കാം. ചിക്കനോ പ്രോൺസോ നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3/4 കപ്പോളം തന്നെയാണ് ഇത് ചിക്കനും എടുത്തിട്ടുള്ളത്. ഓക്കെ, അതിലോട്ട് കുറച്ച് ചില്ലി പൗഡറും നമ്മുടെ സ്പൈസിനെസ്സിന് ആവശ്യമുള്ള ചില്ലി ഫ്ലേക്സും പിന്നെ പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി അത് നന്നായിട്ട് ചതച്ചെടുത്ത് അതും ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഒരു പുളി രസം കിട്ടാനായിട്ട് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വിനെഗർ ചേർത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ആയിക്കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഒരു ചൂടായ പാനിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിനുശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ക്യൂബ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഇതിനെ നന്നായി ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. വീണ്ടും അതിൻ്റെ അകത്തെ ജ്യൂസും ഇതൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ മുഴുവനായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇങ്ങനെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യണമെന്നില്ല. നമുക്ക് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചിക്കൻ്റെ ആ ഒരു ഫ്ലേവേഴ്സും മസാലകളും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ സെയിം പാനിലോട്ട് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗമാണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എത്രമാത്രം ഈ ഒരു സവാളയും മറ്റുള്ള വെജിറ്റബിൾസും വേണമെങ്കിലും അത്രമാത്രം കൂടുതൽ വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് സവാളയും ക്യാപ്സിക്കവും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം. ഇതൊക്കെ കൂടിയിട്ട് ആ ഒരു മീഡിയം ലോ ഹീറ്റിൽ ജസ്റ്റ് 1 മിനിറ്റ് താഴെ മാത്രം മിക്സ് ചെയ്താൽ മതി. എന്നിട്ടിലേക്ക് ഞാനൊരു ഇറ്റാലിയൻ ഗാർലിക് ആൻഡ് ഹെർബ് മിക്സ് ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഗാർലിക് സീസണിങ് എന്നൊക്കെ പറയാം. ഓക്കെ, അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മളൊന്ന് വഴറ്റി പിന്നെ ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മളിതിന് വേണ്ടിയിട്ടുള്ള സോസസ് ഉണ്ടാക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വൈറ്റ് സോസാണ്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ട് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ടതില്ല. മൈദയുടെ കളർ ചേഞ്ച് ആവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് വരെ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്കിപ്പം കളർ ചേഞ്ച് ആവുമെന്ന് തോന്നുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാലാണ് ചേർക്കേണ്ടത്. അത് കുറേശ്ശെയായി ഒരു 2-3 പ്രാവശ്യമായിട്ട് ചേർക്കാം. ഈ സമയത്ത് കയ്യൽക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം, കാരണം ഈ പാല് പെട്ടെന്നൊന്ന് തിളച്ച് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പാല് നന്നായിട്ടൊന്ന് കട്ടിയായി തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിങ്സ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഗാർലിക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പർ പൗഡറും ചേർക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് പെപ്പർ പൗഡർ ചേർക്കാണ്. ഒത്തിരി ചേർക്കാണ്ടിരിക്കുക, കാരണം അതിൻ്റെ കളറ് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പും പെപ്പറും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴേക്കും നിങ്ങൾ കാണാം നമ്മുടെ സോസ് നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക്
മാത്രം ചീസ് ആവശ്യമുണ്ടോ അത്രയും നമ്മൾക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർക്കാം. നമ്മളിത് സാൻഡ്വിച്ചിനാണ് ഉണ്ടാക്കുന്നത്. സോ ഒരുപാട് ചീസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കാം. ഞാൻ ഇന്നിവിടെ ജസ്റ്റ് 2 ടീസ്പൂൺ ചീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ നമ്മുടെ സാൻഡ്വിച്ചിൽ മൊസറല്ലയും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചധികം ചീസാക്കിയിട്ട് കുറച്ച് ചീസ് സോസ് രീതിയിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിമും കൂടെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ സോസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് കാണിക്കാത്തത്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കയൻ പെപ്പറും കുറച്ച് ചില്ലി ഫ്ലേക്സും ഒക്കെ കൂടി ചേർത്ത് ഒന്ന് സ്പൈസി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിത് സ്പൈസി സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചില്ലി സോസോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ഡബിളോ ട്രിപ്പിളോ ആയിട്ടുണ്ട് സൈസിൽ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു മാവിന് നമുക്ക് 4 ഈക്വൽ പോർഷനായിട്ടാണ് മാറ്റിയെടുക്കേണ്ടത്. അതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ആവശ്യമുള്ള അത്രയും മൈദ യൂസ് ചെയ്യാം. പിന്നെ നമ്മളിത് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ വളരെ തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോഴാണ് ആ ഒരു തിൻ ലെയറായിട്ടുള്ള ഒരു ബ്രെഡ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാം, നല്ല തിന്നായിട്ടാണ് ഞാൻ പരത്തിയേക്കുന്നത്. കാരണം ഈസ്റ്റുള്ളതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള പാനിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. നോർമലി നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഫസ്റ്റ് ഒരു 10 സെക്കൻഡ്സ് കഴിയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ടൈം മറിച്ചിടും. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ട് ബബിൾസ് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കൈവച്ച് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് ചുടുക്കുന്നുണ്ട്. കാരണം ഈവണായിട്ട് നന്നായിട്ട് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് വലിയ ബബിൾസ് ആയി വന്നതിന് ശേഷം വീണ്ടും തിരിച്ചിട്ടു. നല്ല ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പീറ്റ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ ഇത് കുറച്ച് സമയം മുമ്പേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു ബ്രെഡ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല വെക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി ഉടനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും മൊസറല്ല വെച്ച് കൊടുക്കാം. ഓക്കെ, അതൊന്ന് ചെറുതായിട്ട് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ടു 1 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഒത്തിരി സമയം വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ താഴ്ഭാഗം ഒത്തിരി ഹാർഡാവാനുള്ള സാധ്യതയുണ്ട്. പാനിൽ ചെയ്യുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് നമുക്ക് അവനിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഗ്രില്ലിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് സോസ് നമുക്ക് എത്രയും ഇഷ്ടമുണ്ടോ അത്രയധികം ചേർത്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ബാക്കി എന്തെങ്കിലും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും കൂടെ ചേർത്തതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്പൈസി മയോവും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സ്പൈസി മയോൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കെച്ചപ്പോ ഹോട്ട് സോസോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.